എന്താ എനർജി എല്ലാത്തിനും പണിയറ കേക്കാത്തോനാ ഇവിടെ എത്തി. Wow, 50K. Congratulations, Jubi and Bas. ഞാൻ കിടക്കണ ബെഡിന്റെ മേലെ ആ ബെഡിന്റെ മേലെ ഫുള്ള് സാധനങ്ങൾ വലിച്ചിട്ടുണ്ട്. ഇതാണ് ഇത്ര നേരമായിട്ട് എടുത്ത പണി. ആക്ച്വലി നമ്മ കുറച്ച് പണിയാ. ഇന്നെ പിടിച്ചെക്കണ എന്തിനാരോ ശിവാപ്പൂനെ ഇവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കി. എന്നെ പിടിച്ചെക്കുന്നത് പണിയെടുക്കാനാണ്. ഏ ക്രീം? ആ 8000 രൂപേന്റെ. പറയിപ്പിച്ചില്ല അവിടെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ നനച്ചുള്ളിപ്പണിയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഷോപ്പില് ഒരു ഈവനിങ് വരെ ലീവ് എടുത്തിട്ട് ഇന്ന് നനച്ചുള്ളിപ്പണി എടുക്കാൻ വിചാരിച്ചു. കാരണം വീട് മൊത്തം അലങ്കോലാണ്, ഫുള്ള് ബിസി അല്ലേ. അതുകൊണ്ട് ഞാൻ പണിയെടുക്കാൻ കുറച്ച് മടിയാണ്, അതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നനച്ചുള്ളിപ്പണി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. സോ ഞാൻ സിവാപ്പൂനെ രാവിലെ തന്നെ ഉപ്പാൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ പോവാണ്. എന്നാലും എനിക്ക് എൻ്റെ പണികൾ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ അവർ രണ്ടാളും പോയി കഴിഞ്ഞിട്ട് ബാസികാക്കി സിവാപ്പ് പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എല്ലാ പണികളും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഇന്ന് ഫുഡൊക്കെ പുറത്തുനിന്നാണ്, വയ്യ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാരും പരാതി തീർന്നിട്ടുണ്ടാവും. ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻഷാല്ലാ ഇനി നമ്മളെ നോമ്പിന്റെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും. മാക്സിമം ഞാൻ കാണിച്ചു തരും. അപ്പൊ നമ്മളെ കോട്ടന്റെ എല്ലാം ചോദിക്കുന്നുണ്ട്, കോട്ടൺ എന്താ ഓപ്പൺ ചെയ്യാത്തതെന്ന്. കോട്ടൺ നമ്മളെ നോമ്പ് പ്രമാണിച്ച് നോമ്പിന്റെ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യാട്ടോ. കുറച്ച് പണികൾ കൂടിയുണ്ട്, നമ്മളെ ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വരുന്നവർക്ക് നമ്മളെ ഷോപ്പിൽ വന്ന് നമ്മൾ കോട്ടൺ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെയല്ല, കുറെ പേര് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാത്തു ഇപ്പ വീട്ടിൽ പോവാ. അപ്പൊ ഗൈസ്, ഞാൻ അങ്ങനെ സിവാപ്പൂനെ ഇപ്പ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ, എന്നിട്ട് വേണം എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാനില്ല. ഞാൻ പിന്നെ 2 പണി എടുക്കേണ്ടി വരും ഇല്ല സിവാ. ഏതാ പോക്ക്. അപ്പൊ എന്റെ ചെവിയിൽ വെക്കണ സാധനം കൊണ്ടുപോവാണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോണില്ല. ഒന്നും വേണ്ട, രണ്ടാൾ പോണതാ. രാത്രി കൂടി പോരണട്ടോ. അതാ പോണോക്ക് വിളിക്കാൻ വരൂട്ടോ. അപ്പൊ വരണേ. രാത്രി കൂടി പോരണം. ഞാൻ കാണിച്ചുതരാം. എന്റെ പാത്തുമ്മ പോയി. വാക്യൂം ക്ലീനർ എടുക്കാൻ മറക്കണ്ട കേട്ടോ ഷോപ്പിന്ന്. ടാറ്റൊക്കെ തരുന്നുണ്ട്. ടാറ്റാ ടാറ്റാ. ഇതൊക്കെ ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചണ്ടികളാണ്. അയ്യോ, ബാക്കിയൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഏകദേശം ഈ റൂമൊന്ന് റെഡിയാക്കി എടുത്ത് തുടച്ചൊക്കെ ചെയ്തു. പിന്നെ ഒന്നും കൂടി ഒക്കെ ഒന്ന് തുടയ്ക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അടുക്കള പിന്നെ നോക്കണ്ട. ഇതും കൂടെ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ റെഡിയാക്കി തരട്ടെ. അല്ല, ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടോ. ഇത് ബീഫ് ബിരിയാണിയാണ്. ഇത് ബീഫാണെന്ന് തോന്നുന്നു. ഇതേതാണാവോ? അച്ചാറൊക്കെ ഉണ്ട്. ഇത് ഡെലീഷ്യത്ത്. ഇത് മട്ടൻ ഫിഷാണോ എന്തോന്നാണ് എനിക്കറിയില്ല. ഇത് പിന്നെ അൻഷിഫിൻ്റെ മറ്റേ അച്ചാറ്, ഐഷുമാസ് പിക്കിൾ ബീഫ് അച്ചാർ കേട്ടോ. എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. ഇത്ര ആക്കി. ഇതിങ്ങനെ ഞാൻ പുതിയ ബോട്ടിലേക്ക് ആക്കിയതാട്ടോ, പാക്കറ്റിലായിട്ട്. ഓക്കെ, ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണിയും കൂടി ചെയ്യാൻ. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ജുബിക്ക് എന്തേലും മട്ടൻ ബിരിയാണിയും എനിക്ക് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. പറഞ്ഞപ്പോൾ തന്നെ തൊള്ളയിൽ വെള്ളം വന്നു. ഫിഷ് ബിരിയാണി എടുത്തത് മട്ടനാണ്. എനിക്ക് ഫിഷ് മതിയാണ്. എന്താ പറയാ, കണ്ണൊന്നും കാണില്ല. ഓ, ഞാൻ വന്നപ്പോണ്ട് ഞാൻ കിടക്കണ ബെഡിന്റെ മേലെ ആ ബെഡിന്റെ മേലെ ഫുള്ള് സാധനങ്ങൾ വലിച്ചിട്ടുണ്ട്. ഇതാണ് ഇത്ര നേരമായിട്ട് എടുത്ത പണി. ആക്ച്വലി നമ്മ കുറച്ച് പണിയാ. ഇന്നെ പിടിച്ചെക്കണ എന്തിനാരോ ശിവാപ്പൂനെ ഇവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കി. എന്നെ പിടിച്ചെക്കുന്നത് പണിയെടുക്കാനാണ്.
നിങ്ങൾ എന്താ പറഞ്ഞപ്പോ എനിക്ക് വേറെ ആൾക്കാരെ വെച്ചാരാ എന്നാലും ഞാൻ പണിയെടുക്കൂല പറഞ്ഞില്ലേ. അങ്ങനല്ല, ഒരാളെ വേണമെങ്കിൽ വെച്ചാൽ ബുദ്ധിമുട്ടാവുമോ മാഡത്തിന്? അതായത് ഇവക്ക് ഒരാളെ വെച്ചാൽ ശരിയാവില്ല. അതായത് ഇവക്ക് ഈ എന്താ മലയാളത്തിൽ പറയാം, മലപ്പുറക്കാർ വസ്വാസ് എന്ന് പറയും, അത് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ ഷാൾ ഉണ്ടല്ലോ അതെങ്ങനെ വാഷ് ചെയ്യാം? ഒന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളത്തിന് മുക്കിയിട്ട് എടുക്കും, അങ്ങനല്ലേ? അതിൽ ഒരു ദിവസം എന്നെ പിടിച്ചോണ്ട് പോയിട്ടാ ഊരവേദന ഉള്ള സമയത്ത് വാഷ് ചെയ്യും. ആദ്യം ഡിറ്റർജൻറ്റിൽ വാഷ് ചെയ്യും അല്ലേ? ഷാളിൻ്റെ കാര്യമാട്ടോ പറഞ്ഞ, ഡ്രസ്സിൻ്റെ കാര്യമല്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഒരു 3 ബക്കറ്റ് വെള്ളം പിടിച്ചേക്കും. എന്നിട്ട് ഒരു ബക്കറ്റിൽ മുക്കിയിട്ട് പീയുക, രണ്ടാമത്തെ ബക്കറ്റിൽ മുക്കിയിട്ട് പീയുക, മൂന്നാമത്തെ ബക്കറ്റിൽ മുക്കിയിട്ട് പീയുക. എന്നാലേ സോപ്പ് പോകുന്ന. അപ്പം അതായത് ഒരു ഡ്രസ്സ് ഒരു ഷാള് 3 വട്ടം പീയണം. ഇന്നെ കൊണ്ടിട്ടില്ല, എനിക്ക് ഭ്രാന്താണ്. എല്ലാ വസ്വാസിന്റെ ഉണ്ടാ. എന്നിട്ട് പറ്റൂലല്ലേ? പറ്റണ്ട റഷീദല്ലേ? ബിരിയാണി ഗൈസ്, ഡെലീഷ്യത്ത് ബിരിയാണി അടിപൊളിയാണ്. ഞങ്ങൾ പാർസൽ കൊണ്ടുവരാണെങ്കിൽ കൂടുതലും ഡെലീഷ്യത്താണ് കൊണ്ടുവരല്. സ്റ്റേ സംഭവം കോട്ടക്കലാണ്, പക്ഷെ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി വാങ്ങും. ഇന്നിപ്പോൾ എൻ്റെ വീട് മലപ്പുറമാണ്, അപ്പോൾ അവിടെ പോണ വഴിക്ക് ഡെലിഷ്യ കയറി വാങ്ങിയിട്ട് വരാം കേട്ടോ. വെറുതെ കൊത്തിപ്പിച്ചേക്കാണ്ട് വയറ് ഇതാക്കണ്ട. നമ്മളെ അൻസിഫിന്റെ അല്ലേ? അൻസിഫിന്റെ ഇനി പ്രൊമോഷൻ ചെയ്യണ്ട. ഓന് കുറെ ആയി ഇത്. ഓൻ നമുക്ക് പേയ്മെന്റ് ഒന്നും തരുന്നില്ല, വെറുതെ എന്തിനാണ്? രസണ്ട്, ചാനൽ രസണ്ട്. ഇതെല്ലാം കഴിച്ചു നോക്കിനി. അത് പറഞ്ഞപ്പോ തീർക്കും. സജാദ് ബീഫിന്റെ ആളാണ്. ബീഫ് കണ്ടുപിടിച്ചത് സജാദിന് വേണ്ടിട്ടാണ്. നമ്മളെ മോളുടെ കലാവിരുദ്ധം അല്ലാതെ ചുമരുമ്പോ കാണുന്നുണ്ട് കേട്ടോ. അതിന് ഇപ്പൊ പെയിന്റ് അടിപ്പിക്കണം. പണി 3/4 ആയിട്ടില്ല, കൊയങ്ങി അല്ല ഒരു വൈക്കയക്കണം. ഞാൻ കിടക്കണം ബെഡിൻ്റെ റൂമിൽ. ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയ്ക്കും ചണ്ടി ഉണ്ടാവും ഞാൻ അറിയില്ലായിരുന്നു. അയ്യോ, അതിനാണ് കാരണവന്മാർ പറഞ്ഞ ഇടയ്ക്കിടയ്ക്കൊക്കെ വീടും കൂടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് ഒരു ചങ്ങായി കിടന്നാട്ട് ഉറങ്ങുക. ഞാനിവിടെ കഷ്ടപ്പെടുക, എന്നാലൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാ. ഇത് പറയണ്ട. എന്തിനീ ഷോപ്പ് പോയിക്കോ, ഇവിടെ ഞാൻ തന്നെ മതി. പോയിക്കോ, വിട്ടോ. ആ അപ്പൊ ഞാൻ അങ്ങനെ ഇടലുണ്ടല്ലോ, മൂക്ക് പൊത്തുണ്ടല്ലോ. എനിക്ക് പൊടി അലർജി ഉണ്ട്. പോണോണ്ട് അത് പറഞ്ഞപ്പോ പണിയെടുപ്പിച്ച് വെച്ചിട്ട് ഓടണ്ടില്ലേ, ഒന്ന് വൃത്തിയാക്കി തരൂല. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ റൂമൊക്കെ സെറ്റാക്കി ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളിങ്ങനെ കേട്ടോ കിടക്കാറ്. ഇങ്ങനെയാണ് നേർന്നിട്ടാണ് കിടക്കാറ്. സിവാപ്പു, ഞാൻ, ബസികാക്ക, അങ്ങനെയാണ് ഞങ്ങൾ കിടക്കാറ്. സോ അപ്പോൾ എൻ്റെ റൂമൊക്കെ റെഡിയാണ്. ഇനി ബാക്കിയതാ. എന്താ രസം കാണാൻ. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് സെറ്റായിട്ട് നേരെ ഷോപ്പ് ചെല്ലണം, വീഡിയോ ചെയ്യണം, സിവാപ്പൂനെടുക്കണം. എൻ്റെ പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കുളിച്ച് മാറ്റി നിസ്കരിച്ച് ഷോപ്പ് ചെല്ലണം, വീഡിയോ എടുക്കണം. അത് കഴിഞ്ഞിട്ട് സിവാപ്പൂനെ വിളിക്കാൻ പോകണം. അപ്പോൾ ടൈം ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാനായിട്ടുണ്ട് രാത്രി കേട്ടോ. ഞാൻ അടുക്കളയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി. ഇനി ഫ്രിഡ്ജൊക്കെ കഴുകാനൊക്കെ ഉണ്ട്, തുടയ്ക്കാനൊക്കെ ഉണ്ട്. 2 ബാത്റൂം കഴുകാനുണ്ട്. ഇനി അത്ര ചില്ലറ പണികളേ ഉള്ളൂ. സോ അതൊക്കെ ഞാൻ നാളെ ഇനി ചെയ്യുന്നത്. ഓക്കെ, വയ്യ ഗൈസ്, ഊരിനെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. ഓക്കെ, ഈ സമയമല്ലേ, ഞാൻ വേഗം പോയി ഷൂട്ടൊക്കെ ചെയ്യട്ടെ. സിവാപ്പിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്, വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ഓക്കെ, ഞാൻ പോയിട്ട് ഞാൻ ഫ്രഷ് ആവട്ടെ. വിയർത്ത് കുളിച്ചുകൊണ്ട് ഗൈസ്. അത് പിന്നെ കുറച്ച് തിരുമ്പാണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. ഇതൊക്കെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെതെല്ലാമായി. സെറ്റ്, ഫുൾ സെറ്റ്. എന്താ അവിടെ ഒരു വാസിയാത്തതാ. അപ്പോൾ ഗൈസ്, ഞാനങ്ങനെ ഷോപ്പ് പോകാൻ വേണ്ടി റെഡിയായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഷോപ്പിലേക്ക് കുറച്ച് വത്തക്ക കൊണ്ടുപോകാൻ വിചാരിച്ചു. ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കാണ്. കുറച്ച് വത്തക്ക കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ മുറിച്ച് സെറ്റാക്കി പാത്രത്തിലിട്ട് മൂടി. പിന്നെ ഇന്നലെ എൻ്റെ ബ്രദർ വന്നപ്പം നമ്മൾ ഇന്നലെ കാലിക്കറ്റിന് കണ്ടില്ലായിരുന്നോ ഇന്നലത്തെ വ്ളോഗിൽ. അപ്പോൾ സിവാപ്പുന് കൊണ്ടുവന്ന 2 മുട്ടായി ഞാൻ എടുക്കട്ടെ, അല്ലെങ്കിൽ സിവാപ്പ് വന്ന് എനിക്ക് കിട്ടൂല. ഓക്കെ, നേരെ ഷോപ്പിലേക്ക്.
വന്നപ്പോ ഉമ്മന്റെ കുറ്റം പറഞ്ഞേരാ, ഉമ്മന്റെ അടുത്ത് പോകൂലാൻ പോലും. എന്തായിട്ട് എത്ര നേരം നോക്കിയില്ലമ്മ? എന്നെ കണ്ട നെളി ഉണ്ടോ? നാളെ വരൂല? നാളെ വരും. നാളെ വരും. വേണം വേണം നമ്മള് വേണം. പോവാ ഷോപ്പിക്ക് പോവാ. പറഞ്ഞാണ് നാളെ വരാ പറയും. കഞ്ഞ കുടിച്ചില്ല. ഞാൻ മേലെ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാ കുറച്ചും കൂടി വരുള്ളൂ വിചാരിച്ച്. പിന്നെ ഷോപ്പില് കസ്റ്റമർ ഉള്ളപ്പം കൂടെ പോകും. ബൈ. നമ്മളുടെ സീസൺ പ്രമാണിച്ച് നമ്മൾ ഷോപ്പിൽ അടിമുടി ചേഞ്ചസ് വരുത്തിച്ചിരിക്കുന്നു കേട്ടോ. കുറേ മാറ്റങ്ങൾ വരുത്തിക്കണേ. മാത്രമല്ല കുറേ സാധനങ്ങൾ പുതിയ സ്റ്റോക്ക് വന്നിക്കണേ അല്ലേ ജോ? യെസ്, അബായയാണ് കൂടുതൽ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്നത്. സോ അബായ കളക്ഷൻസ് വന്നിക്കണേ. ദുബായ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അബായ ഫാബ്രിക്കിലുള്ള പുതിയ ഡിസൈൻസ് കേട്ടോ. ഹലോ, എന്നോടല്ലേ ഞാൻ പറഞ്ഞേ? സജ മിണ്ടാതിരിക്കാൻ പറയൂ. ഓക്കെ സജ വീഡിയോ കുടുക്കി എന്റെ തനി സ്വന്തം ഇതിൽ കണ്ടു. ഇനി പെരിന്തൽമണ്ണ ഫുള്ള് സീനേക്കാരാ. ഇതാണ്ടാ ഞാൻ ഇടുന്ന സെയിം ഡ്രസ് ഓളിടൂല. സജാദ് ഇട്ട അതേ പച്ച ടീഷർട്ട് ഇട്ട് വന്നു. അപ്പൊ ഇവിടെ അല്ലോ നമ്മള് കാര്യത്തിൽ നിന്ന് വൈകിട്ട്. അപ്പൊ ഗൈസ് നമ്മളുടെ പുതിയ പ്രിന്റിലുള്ള ഇമ്പോർട്ടഡ് ദുബായ് ക്ലോത്തിൽ ചെയ്തിട്ടുള്ള അബായസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് യെസ് 3D പ്രിന്റിൽ വരുന്ന നല്ല കിടിലം ഫാബ്രിക് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഇമ്പോർട്ടഡ് അബായ ഫാബ്രിക്കില്. ഇതെങ്ങനെയാണോ? ഇതിങ്ങനെ മറ്റേ സ്റ്റൈലായിട്ട് വേറില്ല, മോഡസ്റ്റ് വെയർ അബായ ടൈപ്പാണ്. യെസ്, ഉള്ളിലൊരു ഇന്നറോ ജീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ജൂബി ഇട്ടിട്ട് കാണിക്കും. ഇതിന്റെ 52, 56 സൈസിലാണ് ഇപ്പോൾ റെഡി സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ. യെസ്, പിന്നെ ഈ പ്രിന്റ് ടൈപ്പ് ഇതാണ് ഏറ്റവും പ്രീമിയം. ഇതിന് 2290. ഇതൊക്കെ അതിന്റെ വേറെ കളേഴ്സ് കേട്ടോ. ഇതല്ല, ഇതാ ഗ്രീന്, 2 ഗ്രീനോ, ഗ്രീന് ബ്രൗണ്, ഇത് ഒരു കളറും കൂടി ജോ. പിന്നെ ഇത് വേറെ കളറാ. ടോട്ടൽ ഈ 4 കളേഴ്സാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഷോർട്സിലോട്ട് ഇൻഷാല്ലാ. ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 2290, 52, 56 സൈസിൽ കേട്ടോ. ഇനി ഇത് റീസ്റ്റോക്ക് ആണ്. റീസ്റ്റോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് 60 ലെങ്ത്തിലായിരുന്നു വന്നിരുന്നത് ഈ പാറ്റേൺ. ഇതിന്റെ വില വരുന്നത് 1990 കേട്ടോ. ഓക്കെ, നല്ല പ്രീമിയം അബായ ക്ലോത്തിൽ തന്നെ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ്. ഓക്കെ, പ്രിന്റ് വരുന്നതിന് ചെറിയ പ്രൈസിന്റെ വേരിയേഷൻ ഉണ്ട്. ഇതിന് വരുന്നത് 1990 ഫ്രീ ഷിപ്പിംഗ്. ഇതിന് വരുന്നത് 2290 ഫ്രീ ഷിപ്പിംഗ്. ഓക്കെ, അപ്പോൾ പെരുന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കണം ഇൻഷാ അല്ലാ അല്ലേ? കോട്ടൺ ഇപ്പോഴും തുറന്നിട്ടില്ല കേട്ടോ. ഇന്നൊക്കെ കുറെ കസ്റ്റമേഴ്സ് എന്തൊക്കെയുണ്ട് ചെയ്ത, അതായത് അതാണല്ലോ അതിന്റെ ഒരു ഭംഗി. അറിയാ പറയണ്ട, അറിയാ വീട്ടിൽ കസ്റ്റമേഴ്സിനെ അറിയാം. തൊള്ളർന്ന സത്യം പറയില്ല, പൊട്ടത്തരെ പറയുള്ളൂ. ഞാനെന്താ അറിയോ സജാദ് ഗൂഗിളിൽ തപ്പണത് റമദാന് തുറക്കണം ഹോട്ടലുകൾ നടക്കാണ്ട് ലിസ്റ്റ് എടുക്കണേ ഞാൻ കണ്ടക്കണേ. ഗൈസ്, ഇത് മിഞ്ഞാന്ന് ക്രിക്കറ്റ് കളിച്ചാൻ പോയിട്ട് കപ്പ് അടിച്ചാട്ടോ. എടാ കപ്പൊന്ന് കാണിച്ചു കൊടുത്തടാ. JP സെറ്റിന്റെ പേരില് ഇപ്പൊ ഏകദേശം ഒരു 7 കപ്പായിക്കണം നമുക്ക് സ്വന്തമായിട്ട്. ഓക്കെ, നമ്മളുടെ ചെറുക്കന്മാരടിച്ച് കൊണ്ടുവന്ന കപ്പാണ് ഇവരുടെ ശില. ആൻഡ് ഗൈസ്, നമുക്കൊരു കേക്ക് മുറി ചടങ്ങുണ്ട്. കേക്ക് മുറിക്കുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് 6 മാസം കൊണ്ട് നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ്, അല്ല സോറി ഫോളോവേഴ്സ്. യൂട്യൂബിലാണ് സബ്സ്ക്രൈബേഴ്സ്, മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആണ് കേട്ടോ. എന്താ എനർജി, അല്ലാതെ ഒരു പണിയറ കേക്കാത്തവനാ. ഇവിടെ എത്തി. 50K കൺഗ്രാറ്റുലേഷൻസ് ജുബി ആൻഡ് ബാസി. 50K 50,000 അങ്ങനെ വെച്ചു. ഒരു 50,000 കേക്കിന് വലിപ്പം കണ്ടു വെച്ചു. ഒരു 50,000 വലിയ കേക്ക് വായിക്കൂടെ എനിക്ക്? ഇത് കട്ടാക്കട്ടെ ഞാൻ പറഞ്ഞിട്ട്. ഹലോ 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 രണ്ടാളും കൂടി മുറിച്ചാൽ മതി. പിടിക്കും, രണ്ടാളും പിടിക്കും ഒപ്പം. ഇപ്പൊ 50-50 ആക്കും. എന്നാ പിടിച്ചോ. വാ സജ വാടാ. എടാ വാടാ, ലാസ്റ്റ് കേക്ക് തരൂല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞുതരാം. സാധുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 10:15 നേരം. അതുകൊണ്ടാണ് ഇവനക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്. പണിന്റെ സമയത്ത് ഫോണേ എടുക്കൂല. എന്തോ കുത്തി പറയണ മാതിരി ഉണ്ട് ഇതിലെ. വാടാ ഫാസിലെ വാ. എന്റെ വീട്ടുകാരൊക്കെ വ്ലോഗ് കണ്ടാണ്. വേമ്പാ വരി എല്ലാരും കൂടി കട്ട് ചെയ്യാ.
ഇത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് നമ്മുടെ മാനേജർ എന്തെങ്കിലും ഇപ്പൊ പേര് മറന്നല്ലോ നമ്മളെ മാനേജർ പേരെന്തേരും ഫാസ്റ്റിന് ചെലവ് ബാക്കി നടക്കുന്നുണ്ട്. ആ ഗൈസ് ഫാസിലിന്റെ എൻഗേജ്മെന്റ് ആണ്. സോ പാർട്ടി ഉണ്ട്. അത് പോയാ ഹാപ്പി ബർത്ത്ഡേ അതല്ലല്ലോ യാ ആൻഡ് സെലിബ്രേഷൻസ്. 100 കേക്ക് നമ്മൾ ഒരു വമ്പ ഗിവ് അവേ വെക്കും ഇല്ലേ ജോ? ഇൻഷാല്ലാ 100 കേക്ക് അടിക്കുമ്പോ ഒരു ഡ്രസ്സൊക്കെ മാറ്റിക്കറാവുന്നു. അപ്പോ 50,000 നമ്മളുടെ ഫോളോവേഴ്സിനുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെയല്ല, അവർക്ക് നന്ദി സൂചകം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യെസ്, നമ്മളെ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇവനറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല നമ്മൾ ഒതുക്കാൻകാടിയിൽ. കാരണം ഒരുവിധമൊക്കെ എല്ലായിടത്തൊന്നും കളക്ഷന് ഡെയിലി വന്ന് വെറുപ്പിക്കേണ്ട പണിയാണ്. എന്തിനാ മനസ്സിലായോ? ഞങ്ങളെ ഇൻസ്റ്റഗ്രാം 50,000 അടിച്ചു 6 മാസം കൊണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ജെബി സെറ്റ് മറ്റേത് അല്ല, മറ്റേതുണ്ട്. ജെബി സെറ്റ് കോട്ടൺ ഉണ്ട്, ജെബി സെറ്റ് ഉണ്ട്. അത് 100K എത്താനായില്ല. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് അത് 100K അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ ഗിവ് അവേ കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇത് അടിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കണോ? തിന്നു. യെസ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തിന്നു. വ്ലോഗ് ഒറിജിനൽ സ്വഭാവത്തിൽ വരില്ലേ? ഞാനൊക്കെ കടിച്ചു പിടിച്ച് നിക്കലാണ് വ്ലോഗ് എടുക്കുമ്പോ. അല്ലേ ശിവ? പപ്പ വ്ലോഗ് എടുക്കുമ്പോ എന്നെ ചീത്ത വരലില്ലല്ലോ? ഇല്ലല്ലോ. വ്ലോഗ് അവസാനിപ്പിച്ച് അപ്പ കിട്ടില്ല അടി. അതാണ് കട്ടിങ്ങിന് അഞ്ചിന് കേട്ടോ. ബ്രഷ് പിടിച്ചിട്ടാണ് മേക്കപ്പ് ഇടാൻ. ഗൈസ്, ഇപ്പൊ കേരളത്തിൽ അത്യാവശ്യം തിരക്കുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയാൻ വന്നതാ. പക്ഷെ ഇവിടെ ഫുൾ കോസ്റ്റ്ലി സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. എനിക്കറിയാം, എന്നാള് നമ്മളെ മറ്റേ മാൾ ഓഫ് ഏഷ്യയിലെ അല്ല എവിടെ പോയത്? മാൾ ഓഫ് ഏഷ്യയിലല്ലേ ഇവിടെ ലിപ്സ്റ്റിക്കിന്റെ കണ്ടം വാങ്ങാൻ വേണ്ടിട്ട് ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കണം ഞങ്ങൾ. ചാടിച്ചാനെ പോയത്. പക്ഷെ അവിടെ പോയിക്കണ്ട് ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ പോകും. ഏ ക്രീം? ഫ്രീ ആയിരുന്നു ഒരു ക്രീം കിട്ടോ. 8,000 രൂപേന്റെ. പറയിപ്പിച്ചില്ല അവിടെ. ഇതിന് കയറി ഇരിക്കല്ലേട്ടാ, പൊട്ട് മാർബിളാണ് ജുബി. പണ്ടത്തെ മാരിലെ ജുബി നല്ല വെയിറ്റ് ഉണ്ട്. ഇടിച്ചക്ക. ഓ കേട്ടോ, അവളാ കട്ടിങ്ങിന്റെ സ്റ്റൈല് കണ്ടോ? ഇല്ല, ടിഷ്യൂ ഇല്ല. ഡാടാ ഒക്കെ പുറത്ത് പോയി കിട്ടാ. ബാങ്കിന്റെ ഓന വേഗം എന്തെങ്കിലും കൊടുത്തു അധികം. ഇയാളെ കേക്ക് വേണ്ടല്ലോ. എന്നാ അടുത്ത സ്ഥലത്തേക്ക് പിടിച്ചാൻ പോയിക്കോ. പോ ജസീലുണ്ടല്ലോ. ജസീൽ ഡയറ്റിലാ, തടി കൂടിക്കണേ. എനിക്ക് വേണ്ട. വീഡിയോയിൽ അങ്ങനെ വരാം ഗൈസ്. ഞാൻ ഇപ്പോൾ ഡയറ്റിലാണ്, നല്ല കുറഞ്ഞിക്കണ. വീഡിയോയിൽ ഞാൻ വരാത്തത് തന്നെ തടി കുറഞ്ഞിട്ടാണ്. കുറഞ്ഞപ്പോൾ ഈഗോ കൂടി. അതാണ്. ഓ ഉണ്ടല്ലേ സാധാരണ. അപ്പൊ ബാക്കിയൊക്കെ പുറത്തു ഉണ്ടാവില്ല. മോശം ടേസ്റ്റ് ഉണ്ടോ? നച്ചു വേണം. എവിടെ മുത്ത? ഒരു പീസ് കൂടെ കഴിച്ചിട്ട് പോടാ. വാ ചിലപ്പോ വേസ്റ്റ് ആവോ ഷിബിലെ? എത്തത്